എല്ലാവർക്കും ആര്യ സീരിയൽ സ്പോട്ട് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കമലയേട്ടത്തെ നോക്കി വൈജയന്തി റൂമിലോട്ട് വരുന്നുണ്ട്. ആ സമയത്ത് കമല ഫോൺ നോക്കി കിടപ്പാണ് കേട്ടോ. വൈജ വരുന്നതും കണ്ടിട്ട് കമലയാണെങ്കിൽ എന്ത് ചെയ്തു, ഫോൺ മാറ്റി വെച്ചിട്ട് അവശ നിലയിൽ കിടക്കുന്നുണ്ട്. പുറത്ത് വന്നിട്ട് വൈജയന്തി വിളിക്കുവാണ്, കമലേട്ടത്തിക്ക് എന്താ പറ്റി, എന്തെങ്കിലും വയ്യായ്കയുണ്ടോ, എന്താ എണീക്കാത്തെ? ആ സമയത്ത് കമല പറയുവാണ്, എന്താണെന്നറിയില്ല, പനിക്കാനാണെന്നാ തോന്നുന്നത്, ദേഹം എല്ലാം വേദനയാണ്. ആ സമയത്ത് ചോദിക്കുവാണ്, ഇന്നലെ വൈകിട്ട് വരെ ഒരു കുഴപ്പവുമില്ലായിരുന്നല്ലോ ഒന്ന്. സമയത്ത് കമല പറയുവാണ്, എനിക്കിപ്പോൾ തീരെ വയ്യ. എന്നിട്ട് വൈകിട്ട് ചോദിക്കുവാണ്, നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. സമയത്ത് കമല പറയുവാണ്, അമ്മയ്ക്ക് റസ്കോ ചായയോ എന്തെങ്കിലും കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാം, ബാക്കി എല്ലാവരും ഒരു ദിവസത്തേക്ക് ഉപവാസം എടുക്കുന്നത് നല്ലതാണ്. ആ സമയം വൈകിട്ട് ചോദിക്കുവാണ്, അപ്പോൾ മനുവിൻ്റെ കാര്യം എങ്ങനെയാ? അവൻ പുറത്തു പോയി എങ്ങാനും കഴിച്ചോളൂന്നേ, പിന്നെ നിന്റെ കാര്യമേ പ്രശ്നമുള്ളൂ, അതാ നമുക്ക് ഉപവാസം എടുക്കാന്ന് പറഞ്ഞത്. ആ സമയത്ത് വൈജയന്തി പറയുവാണ്, എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, അതോർത്ത് ഏട്ടത്തി വിഷമിക്കണ്ട. സംസാരത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്തെന്ന് വെച്ചാ കമല വൈജയ്ക്കിട്ട് പണി കൊടുക്കുന്നെന്ന്. അത് മനസ്സിലാക്കി വൈജയന്തി പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. സമയത്ത് കമല പറയുവാണ്, അയ്യടി, എന്നെ കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കഴിക്കാന്ന് അവരുടെ മുഖം നടക്കില്ലടി എന്ന് കമല മനസ്സിൽ പറയുന്നുണ്ട്. അങ്ങനെ മേലനങ്ങാതിരുന്ന് കഴിക്കണ്ട എന്ന് തന്നെ കമല പറയുവാണ്. കമല മുഖവും വീർപ്പിച്ചിരിപ്പാണേ. കഴിയുമ്പോൾ അങ്ങോട്ടേക്ക് മനു എത്തുന്നുണ്ട്. മനു ചോദിക്കുവാണ്, അമ്മയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന്. സമയത്ത് കമല പറയുവാണ്, എനിക്ക് സുഖമില്ല, തീരെ വയ്യ. ആ സമയത്ത് മനു പറയുവാണ്, എനിക്ക് അമ്മയെ കണ്ടിട്ട് ഇതൊരു സ്ട്രൈക്ക് എന്നാ തോന്നുന്നത്. എന്തെന്ന് വെച്ചാ ആൻറ്റി ഇവിടെ ഉണ്ടല്ലോ, ആൻറ്റി സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കട്ടെ എന്നൊരു മട്ടിലാണ് അമ്മ സുഖമില്ല എന്ന് പറയുന്നതെന്ന്. അതിൻ്റെ ഒരു ഭാവമാണ് അമ്മയ്ക്ക്, അതെന്നാണ് എനിക്ക് മനസ്സിലാകുന്നതെന്ന് മനു പറയുന്നുണ്ട്. സമയത്ത് കമല പറയുവാണ്, നിനക്ക് മനസ്സിലായോ, അത് തന്നെയാ എൻ്റെ ഉദ്ദേശം. അവൾ ഇവിടെ വെറുതെ ഇരുന്ന് തിന്നണ്ട, അതും ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ട് ഇടയ്ക്കില്ല എന്ന് തന്നെ പറയുന്നുണ്ട്. സമയം മനു ചോദിക്കുവാണ്, എന്തിനാ അമ്മേ ഇങ്ങനെ കുശുമ്പ് കാണിക്കുന്നത്? ആന്റി ഇവിടെ വന്ന് നിൽക്കുന്നത് ആന്റിയുടെ മനസ്സ് തകർന്നാണ്. മനു പറയുവാണ്, ഭർത്താവിന് വേണ്ട, മക്കൾക്ക് വേണ്ട, വീടാണെങ്കിൽ ഒരു വേലക്കാരി ഏറെയെന്നുള്ള തെറ്റിദ്ധാരണയാണ്. അങ്ങനെ ആകെ തകർന്നിരിക്കുന്ന സമയമല്ലേ വീട്ടിലെ എല്ലാ ജോലികളും ഇത്രയും ദിവസം ചെയ്തുകൊണ്ടിരുന്ന അമ്മയ്ക്കിപ്പോ എന്താ ഒരാൾക്ക് കൂടി എക്സ്ട്രാ ഫുഡ് കൊടുത്തു എന്ന് കരുതി എന്തെങ്കിലും പ്രശ്നം ഇവിടെ വരുമോ? സമയത്ത് കമല പറയുവാണ്, അങ്ങനെ അവൾ വെറുതെ ഇരുന്ന് ഇവിടെ തിന്നണ്ട, അവൾക്കിത് സംഭവിച്ചെങ്കിൽ അവളുടെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ്. പിന്നെ മക്കള് കൂടെ ഇല്ലെങ്കിലും അവളുടെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ്. എങ്കിൽ മക്കള് കൂടെ ഇരിക്കാതിരിക്കുവോ? കൊണ്ട് തന്നെ ഇതൊക്കെ അവള് അനുഭവിക്കണം. സമയത്ത് മനു പറയുവാണ്, ഇതൊക്കെ വളരെ ചീപ്പാണ് അമ്മേ. സമയത്ത് മനു വീണ്ടും ചോദിക്കാന്ന്, ഇന്നിവിടെ എന്താ ബ്രേക്ക്ഫാസ്റ്റ് വെക്കുന്നില്ലേ, ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്യും എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് കമല പറയുവാണ്, എനിക്ക് എന്തെങ്കിലും റസ്കോ എന്തെങ്കിലും കൊടുക്കാം, നീ പുറത്തു പോയി കഴിക്കുമെന്ന് പറയുന്നുണ്ട് മനുവിനോട്. ഇത് കേൾക്കുമ്പോൾ തന്നെ മനുവിന് ദേഷ്യവും വരുന്നുണ്ട്. എന്നിട്ട് മനു പറയുവാണ്, നിങ്ങളുടെ വടംവലി നടക്കട്ടെ, ഞാനും അച്ഛനും പുറത്തു പോയി കഴിച്ചോളാം എന്ന് പറയുന്നുണ്ട്. ഇവിടെ വടംവലി നടക്കട്ടെ, ഞാനും അച്ഛനും പുറത്തു പോയി ബിരിയാണി കഴിച്ചോളാം എന്ന് പറയുന്നുണ്ട്. മനു അങ്ങോട്ടേക്ക് പോകാൻ ശ്രമിക്കുമ്പോഴത്തേക്ക് കമല പറയുന്നുണ്ട്, എനിക്കും കൂടെ ഒരു ബിരിയാണി ഇട്ട് വരണം കേട്ടോ എന്ന് പറയുന്നുണ്ട്. അത് മാത്രമല്ല, എനിക്ക് എന്തെങ്കിലും വയ്യായികയോ എന്തെങ്കിലും വരുമ്പോൾ അവൾ എന്ത് ചെയ്യണം, അടുക്കളയിൽ കയറി എന്തെങ്കിലും ഉണ്ടാക്കണം. അങ്ങനെ ഉണ്ടാക്കിയാൽ തന്നെ അവൾക്ക് എന്താ പ്രശ്നം? സമയത്തും കമലയോട് മനു പറയുവാണ്, അമ്മേ, ആന്റിക്ക് ഒരു ആക്സിഡന്റ് കഴിഞ്ഞതാണ്, ഈ നന്നായിട്ടൊന്നും നടക്കാറ് പോലും ആയിട്ടില്ല. മാത്രമല്ല ആന്റിക്ക് ഒരു അവശതയും ഉണ്ട്. ഇതെങ്ങനെയാ ആന്റി ജോലി ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് കമല പറയുവാണ്, അതും അവളുടെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ്. ഇതിൽ നിന്ന് പിണങ്ങിയിട്ട് ചാടിപ്പോകാൻ ആരെങ്കിലും പറഞ്ഞോ, അല്ലെ അന്ന് അങ്ങനെ ഒരു ആക്സിഡന്റ് ഉണ്ടായെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് മനു ആണെങ്കിൽ ഒന്നും സംസാരിക്കാതെ തന്നെ അങ്ങനെ നിൽക്കുവാണേ. മനു ഒരു പുച്ഛത്തോടെ ഒരു ചിരിയും ചിരിച്ചിട്ട് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. പിന്നെ അറിയാം എന്ത് കമലയോട് പറഞ്ഞിട്ടും കാര്യമില്ല എന്നൊരു മട്ടിലാണ് മനു പുറത്തേക്ക് പോകുന്നത്. ശേഷം കാണിക്കുന്നതെന്ന് വെച്ചാൽ ബാലചന്ദ്രനെയാണ്. ബാലചന്ദ്രൻ യാത്രയ്ക്ക് പോകാൻ വേണ്ടി എല്ലാം തയ്യാറായി ഇറങ്ങുന്നുണ്ട്. ഡ്രസ്സും മെഡിസിൻസും എല്ലാം എടുത്തു വെച്ച് ബാഗുമായിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്ക് മക്കള് 4 പേരും പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. അച്ഛനെ യാത്രയാക്കാൻ വേണ്ടിയിട്ടാണ്. ബാലചന്ദ്രൻ കൊണ്ടുവന്ന ബാഗ് അവിടെ വെച്ചിട്ട് ചോദിക്കുവാണ്, നിങ്ങളുടെ പ്ലാൻ എന്താണെന്ന്. സമയത്ത് മക്കള് പറയുകയാണ്, അച്ഛൻ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് 1 മണിക്കൂറിനകം ഞങ്ങളും ഇവിടെ നിന്ന് ഇറങ്ങും. സമയത്ത് അലീനെ ചോദിക്കുവാണ്, അച്ഛൻ മെഡിസിൻസ് ഒക്കെ എടുത്തു എന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട്. ഓരോരുത്തരും ഓരോ സാധനങ്ങൾ ചോദിക്കുന്നുണ്ട്. മൊബൈൽ എടുത്തോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എടുത്തോ. സമയത്ത് രോഹിത്തിനോട് പിന്നെ പറയുവാണ്, എടാ അച്ഛൻ്റെ ബാഗ് എടുത്തുനിന്ന് വണ്ടിയിലേക്ക് വെക്കുമെന്ന്. സമയത്ത് ബാലചന്ദ്രൻ ചോദിക്കുവാണ്, എല്ലാവരും കൂടെ എന്താ ചെയ്യുന്നത്, എന്നെ എല്ലാവരും കൂടെ ഒരു രോഗിയാക്കുവോ?
ഈ ഒരു ചെറിയ ബാഗ് പിടിക്കാനുള്ള ആരോഗ്യമൊക്കെ എനിക്കുണ്ട്, ഞാൻ ചെയ്തോളാം എന്ന് തന്നെ പറയുന്നുണ്ട്. സമയത്ത് രോഹിത് വന്നിട്ട് പറയുവാണ്, എങ്കിൽ പിന്നെ ഞാൻ ഈ ബാഗ് എടുത്ത് വെച്ചിട്ടേ കാര്യമുള്ളൂ, അങ്ങ് ബാക്കി കുറച്ചിലുകളെല്ലാം അച്ഛൻ നികത്തിയാൽ മതിയെന്ന് പറയുന്നുണ്ട്. അയാളെ സഹായിക്കാന്ന് പറഞ്ഞപ്പോൾ വേണ്ടെന്ന് പറയുന്നു എന്ന് പറഞ്ഞിട്ട് രോഹിത് ആണെങ്കിൽ ആ ബാഗ് എടുത്ത് കാറിലേക്ക് വെക്കുന്നുണ്ട്. സമയത്ത് ചിരിച്ചുകൊണ്ട് ബാലചന്ദ്രൻ ചോദിക്കുകയാണ്, ഇവൻ ആരാടി, നിന്റെ ഗുണ്ടയാണോ? നീ എന്ത് പറഞ്ഞാലും അതുപോലെ തന്നെ കേൾക്കുന്നുണ്ടല്ലോ. സമയത്ത് കൃഷ്ണമോള് പറയായിരുന്നു, നേരത്തെ ഗുണ്ടയായിരുന്നു, ഇപ്പൊ ഒന്ന് മെച്ചപ്പെട്ട് വരുന്നതേ ഉള്ളൂ എന്ന് കൃഷ്ണമോള് പറയുന്നുണ്ട്. ബാഗ് വണ്ടിയിൽ വെച്ചിട്ട് രോഹിത് കയറി വരുന്നുണ്ട്. ആ സമയത്ത് രാജേന്ദ്രൻ പറയുവാണ്, എടാ നീ 3 പെൺപിള്ളേരെയും കൊണ്ടാണ് പോകുന്നത്, അവരെ ഒരു കേടും കൂടാതെ നോക്കേണ്ടത് എന്റെ കടമയാണ് കേട്ടോ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് കൃഷ്ണമോള് ചോദിക്കുവാണ്, അതെന്താ അച്ഛാ കേടുവരാൻ, നമ്മളെന്താ നല്ല മാങ്ങാപ്പഴവുമാണോ? ആ സമയത്ത് ബാലചന്ദ്രൻ പറയാണ്, ഈ സാധനത്തിന് നീ പ്രത്യേകിച്ച് നോക്കിക്കൊള്ളണം കേട്ടോ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് കൃഷ്ണമോള് പറയുവാണ്, ഇനി അച്ഛൻ ഇവിടെ നിന്ന് ശരിയാകത്തില്ല എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രനെ കയ്യിൽ പിടിച്ചോണ്ട് പോകുന്നുണ്ട്. പുറത്തിറങ്ങി നിന്നിട്ട് ബാലചന്ദ്രൻ ചോദിക്കുവാണ്, ഇവള് വന്ന് ഇവിടെ ദേഹോപദ്രവമായല്ലോ എന്ന്. എന്തായാലും ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞേക്കാം, ഇനി ഞാനോ വൈജയോ ഇല്ലാതെ ഇവരെ ഇത്രയും ദൂരം പോകുന്നത് ആദ്യമായിട്ടാണ്, കൊണ്ട് തന്നെ നീ ഇവരെ നോക്കിക്കൊള്ളണം, പറയേണ്ട കാര്യമില്ല എന്നറിയാം, എങ്കിലും നീ നോക്കിക്കൊള്ളണം. അതിനുശേഷം അലീന പറയുവാണ്, അച്ഛൻ അതൊന്നും ഓർത്ത് പേടിക്കണ്ട, അച്ഛൻ പോകുന്ന കാര്യം നന്നായി നടത്തിയിട്ട് തിരിച്ചു വരണം എന്ന് പറയുന്നുണ്ട്. അച്ഛന് വണ്ടിയിലേക്ക് കയറുന്നതിന് മുൻപ് ഒന്നും കൂടെ നോക്കുന്നുണ്ട്. 4 മക്കളും നല്ല സന്തോഷത്തോടു കൂടി തന്നെ ചിരിച്ചും കൊണ്ട് അച്ഛനെ യാത്രയാക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ ബാലചന്ദ്രന് വല്ലാത്ത സന്തോഷം തോന്നുന്നുണ്ട്. അപ്പോൾ സന്തോഷത്തോടു കൂടി തന്നെ ബാലചന്ദ്രൻ ആ യാത്ര പുറപ്പെടുന്നുണ്ട്. അവരെല്ലാവരും ബാലചന്ദ്രൻ പോയതിനു ശേഷം അകത്തേക്ക് കയറി വന്നിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്നാണ് അവരുടെ തീരുമാനം. ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുമ്പോഴത്തേക്ക് അലീനയോട് ബബിത ചോദിക്കുവാണ്, അച്ഛൻ എങ്ങോട്ടാണ് പോയതെന്ന് ചേച്ചിക്ക് അറിയാമോ? അലീന ആ സമയത്ത് പറയുവാണ്, ഞാൻ ഒരുപാട് ആലോചിച്ച് നോക്കി, പക്ഷെ എവിടേക്കാ പോയതെന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് രോഹിത് പറയുവാണ്, ചേച്ചിയെ സുരക്ഷിതമായിട്ട് മാറ്റാൻ വേണ്ടി വേറെ എങ്ങോട്ടെങ്കിലും അന്വേഷിക്കാൻ പോയതായിരിക്കുമെന്ന് പറയുന്നുണ്ട്. സമയത്ത് അലീനയും പറയുന്നുണ്ട്, ചിലപ്പോൾ അതിനുവേണ്ടി പോയതായിരിക്കാമെന്നും പറയുന്നുണ്ട്. സമയത്ത് ബബിത പറയുവാണ്, ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ, ഇവിടെ നിന്നും പോകാമെന്ന് സമ്മതിച്ചത് കൊണ്ടല്ലേ, ഇതിന്റെ ആവശ്യമില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ സമ്മതിക്കാതിരിക്കുന്നത് എങ്ങനെയാ മോളെ, നിങ്ങളുടെ അമ്മ വൈജയന്തി മാഡം ഇങ്ങോട്ടേക്ക് തിരിച്ചു വരണ്ടേ, ഇതിന് വേണ്ടിയിട്ടല്ലേ ഞാൻ പോകുന്നതെന്ന് പറയുന്നുണ്ട്. സമയത്ത് ബബിത പറയുവാണ്, അമ്മ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു വന്നോളൂ, അതേ ചേച്ചി പോകാൻ നിൽക്കണ്ട. നമ്മൾ പറയുവാണ്, അമ്മ കുറച്ച് ദിവസം അവിടെ കമല ആന്റിയുടെ കൂടെ നിൽക്കട്ടെ, കമല ആന്റിയുടെ തനിക്കുണം എന്താണെന്ന് അമ്മ അറിഞ്ഞു കഴിയുമ്പോൾ ഇങ്ങോട്ടേക്ക് തന്നെ തിരിച്ചെത്തിക്കോളും. സമയത്ത് അലീന പറയുവാണ്, അവിടെ നിറങ്ങിയാലും മാഡം ഇങ്ങോട്ടേക്ക് വരത്തില്ല, ഒരു വാടക വീട്ടിലേക്ക് പോകത്തുള്ളൂ, അതാണ് പ്രശ്നമെന്ന് അലീന പറയുന്നുണ്ട്. ആ സമയത്ത് കൃഷ്ണമോള് ചോദിക്കുകയാണ്, അതെങ്ങനെയാ ഒരാൾക്ക് തനിച്ച് വാടക വീട്ടിൽ താമസിക്കാൻ കഴിയുന്നത്, ആകെ ബോറടിക്കത്തില്ലേ? ആ സമയത്ത് അലീന പറയുവാണ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഹോം നഴ്സിനെ കൂടെ നിർത്തും, അങ്ങനെ ആ പ്രശ്നം തീരുകയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അലീന. സമയത്ത് കൃഷ്ണമോള് ചോദിക്കുവാണ്, ചേച്ചിയാണ് എല്ലാ നിർദ്ദേശങ്ങളും അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നത്, മര്യാദയ്ക്ക് ഇവിടെ ഇരുന്നോളണം, 5 ദിവസം കഴിഞ്ഞിട്ട് അമ്മ ഇങ്ങോട്ടേക്ക് വന്നേനെ. സമയത്ത് ഈ എറണാകുളം പോക്ക് അത്രയ്ക്ക് അങ്ങ് പിടിക്കുന്നില്ല. സമയത്ത് അലീന പറയുവാണ്, നീ പിടിക്കണ്ട, ഞാൻ പിടിച്ചോളാന്ന്. സമയം തന്നെ രോഹിത് കുറച്ചു നേരം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നിട്ട് പറയുവാണ്, ഞാൻ നിങ്ങളോടൊപ്പം വരുന്നില്ല, വന്നിട്ടുണ്ടെങ്കിൽ ശരിയാകില്ല. സമയത്ത് അലീന പറയുവാണ്, നീ ഞങ്ങളുടെ കൂടെ വന്നേ പറ്റൂ. സമയത്ത് രോഹിത് പറയാണ്, ഞാൻ വന്നാൽ ശരിയാകത്തില്ല, എന്റെ കാര്യം അവിടെയുള്ളവർക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, കൂടാതെ അവര് പത്രത്തിലും വായിച്ചു കാണത്തില്ല, അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ടേക്ക് വരുന്നില്ല ചേച്ചി. സമയത്ത് അലീന പറയുവാണ്, ആളുകളെ കാണുമ്പോഴുള്ള നിന്റെ ഈ മടിയും ബുദ്ധിമുട്ടും മാറാൻ വേണ്ടി തന്നെയാണ് നിന്നെ കൂടെ കൊണ്ടുപോകുന്നത്, നീ ഇതോർത്തൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല, നീ ഞങ്ങളോടൊപ്പം വരണമെന്ന് അലീന പറയുന്നുണ്ട്. സമയത്ത് രോഹിത് വിഷമത്തോടെ പറയുന്നുണ്ട്, നീ കാണുമ്പോഴത്തേക്ക് അവരെന്തെങ്കിലും പറയും, കോഴിക്ക് തീറ്റ ഇട്ട് കൊടുക്കുന്നത് പോലെ എന്നെ അവരുടെ മുൻപിൽ ഇട്ട് കൊടുക്കരുതേ ചേച്ചി. സമയത്ത് അലീന പറയുവാണ്, എടാ ഒരു പ്രശ്നവും വരത്തില്ല, നമ്മൾ പോകുന്നത് എന്റെ അനിയത്തിയുടെ വീട്ടിലേക്കാ, ഇവിടുത്തെ വീട്ടുകാർക്ക് ഒരു പ്രശ്നവുമില്ല, അപ്പൊ നീ നമ്മുടെ കൂടെ വരുന്നില്ലെങ്കിൽ നമ്മളും പോകുന്നില്ല എന്ന് രോഹിത്തിനോട് അലീന പറയുന്നുണ്ട്. അപ്പോ അലീന അങ്ങനെ ഒരു തീരുമാനം എടുത്തപ്പോ രോഹിത്തിനൊരു വിഷമം തോന്നുന്നുണ്ട്. സമയത്ത് രോഹിത് പറയുവാണ്, ആ എങ്കിൽ ഞാൻ വന്നേക്കാം. എന്നിട്ട് അലീന വീണ്ടും പറയുവാണ്, നീ ഞങ്ങളോട് പോരെ, നിന്റെ ഈ ആൾക്കാരെ കാണുമ്പോഴുള്ള ചമ്മലും നീ മാറിക്കോളും, വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, നിന്നോടൊപ്പം നമ്മളില്ലേ. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അലീന പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ കാണിക്കുന്നത് ഗ്രേസ്യമ്മയും മാമച്ചനെയുമാണ്. രാവിലെ അലീന ഗ്രേസ്യമ്മയെ വിളിക്കുന്നുണ്ട്, വിശേഷങ്ങളെല്ലാം ചോദിച്ചിട്ട് 2-3 ദിവസത്തേക്ക് അങ്ങോട്ടേക്ക് ആരെങ്കിലും ഗസ്റ്റ് ആയിട്ട് വരുന്നുണ്ടോ എന്ന് ചോദിക്കും. സമയം ഗ്രേസ്യമ്മ ചോദിക്കുവാണ്, ആര് വരാനാ? സമയത്ത് അലീന
ചോദിക്കുവാണ്, എനിക്ക് അങ്ങോട്ടേക്ക് വരാനായിരുന്നു, നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ആകരുതായിരുന്നല്ലോ, ഇതിനു വേണ്ടിയാ ഞാൻ ചോദിച്ചതെന്ന് അലീന പറയുന്നുണ്ട്. ആ സമയത്ത് ഗ്രേസിയമ്മ ചോദിക്കുവാണ്, ഞങ്ങൾക്ക് എന്താ ബുദ്ധിമുട്ട്, നിനക്ക് എപ്പോ വേണമെങ്കിലും ഇങ്ങോട്ടേക്ക് വരാം, എന്റെ വീട് പോലെ തന്നെ വരുവോ പോവുകയോ എന്ത് വേണം ചെയ്തോളൂ, അതിന് യാതൊരു തടസ്സവുമില്ല, ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ളതല്ലേ എന്ന് ഗ്രേസിയമ്മ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് അലീന പറയുവാണ്, ഞാൻ തനിച്ചല്ല ആന്റി വരുന്നത്, എന്റെ കൂടെ 2 അനിയത്തിമാരും രോഹിത്തും ഉണ്ട് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഗ്രേസിയമ്മ പറയുകയാണ്, അതിനെന്താ, അവരെയും കൂടി ഇങ്ങോട്ടേക്ക് പോര്, ഈ പ്രശ്നവുമില്ല എന്ന് തന്നെ പറയുന്നുണ്ട്. പിന്നെ വീണ്ടും ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എങ്കിൽ തുറന്ന് പറയണം എന്ന് പറയുന്നുണ്ട്. എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു എൻ്റെ അനിയത്തിമാരെയും അനിയനെയും കൂട്ടി അങ്ങോട്ടേക്ക് വരണം എന്നുള്ളത്, കുട്ടിയുടെ കൂടെ ഒരു ദിവസം നിൽക്കണം എന്നുള്ളത്, അതുകൊണ്ടാ, ചിലപ്പോ അങ്ങോട്ട് അതൊന്നും നടന്നില്ലെങ്കിലോ അലീന പറയുന്നുണ്ട്. സിയമ്മ ചോദിക്കണ, എന്താ നടക്കാത്തത്, നിനക്ക് എപ്പോ വേണമെങ്കിലും അവരെയും കൂട്ടി ഇങ്ങോട്ടേക്ക് വരാമല്ലോ, ഇത് എന്താ പ്രശ്നം എന്ന് ഗ്രേസിയമ്മ ചോദിക്കുന്നുണ്ട്. സമയത്ത് അലീന പറയുവാണ്, ഇല്ല ആന്റി, ഇനി ഇതൊന്നും നടക്കത്തില്ല, ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ്. സമയത്ത് ഗ്രേസിയമ്മ ചോദിക്കുവാണ്, എടി നീ എങ്ങോട്ടേക്കാ പോകുന്നത്, എന്താ സംഭവിച്ചത്. സമയത്ത് അലീന പറയുവാണ്, ഗ്രേസിയമ്മ അതൊക്കെ ഞാൻ അവിടെ വന്നിട്ട് പറയാം, ഏതായാലും ഞങ്ങൾ ഇന്ന് തന്നെ അങ്ങോട്ടേക്ക് പോരും, അങ്ങോട്ടേക്ക് വരുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് അലീന. കുഴപ്പവുമില്ലെന്നേ, നീ ഇങ്ങോട്ടേക്ക് ധൈര്യമായിട്ട് വന്നോ എന്ന് തന്നെ പറയുവാണേ. എന്നിട്ട് ഗ്രേസിയമ്മ ചോദിക്കുകയാണ്, രേവതി കുട്ടിയോട് പറഞ്ഞോ എന്ന്. ആ സമയത്ത് അലീന പറയണ, ഇല്ല, ഞാൻ വിളിച്ചോളാം എന്ന് തന്നെ പറയുന്നുണ്ട് അലീന. എനിക്ക് ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ ഏറ്റു, നീ ഇങ്ങോട്ടേക്ക് പോരെന്ന് ഗ്രേസിയമ്മ പറയുവാണ്. ഗ്രേസിയമ്മ ഫോൺ വെച്ച് കഴിഞ്ഞിട്ട് മാമച്ചായനോട് പറയുവാണ്, അവരെല്ലാവരും ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ആ സമയത്ത് മാമച്ചായൻ പറയും, അത് നല്ല കാര്യമല്ലേ, ഇങ്ങോട്ടേക്ക് വന്നോട്ടെ എന്ന് പറയുന്നുണ്ട്. ഇനി എന്തെങ്കിലും മേടിക്കണോ, എന്തെങ്കിലും സാധനം മേടിക്കണമെങ്കിൽ മേടിക്കാമെന്ന് പറയുന്നുണ്ട് മാമച്ചായൻ. ആ സമയത്ത് ഗ്രേസിയമ്മ പറയുവാണ്, അതെന്തായാലും കുട്ടിയോട് ചോദിക്കും, അവളല്ലേ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട് ഗ്രേസിയമ്മ. കാണിക്കുന്നത് കൃഷ്ണമോളയും ബബിതയുമാണ്. അവർക്ക് രണ്ടുപേർക്കും എന്തൊക്കെ എടുത്തു വെക്കണം എന്ന് കൺഫ്യൂഷനിൽ നിൽക്കുവാണ്. ബബിത എന്തൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൃഷ്ണമോളോട് പറയുന്നുണ്ട്. അവർ തമ്മിൽ പറയുവാണ്, എത്ര ജോഡി ഡ്രസ്സ് എടുക്കണം എന്നുള്ളതിൽ കൺഫ്യൂഷനാണ്, അത് നമുക്ക് അലീന ചേച്ചിയോട് ചോദിക്കാമെന്നും പറയുന്നുണ്ട്. ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്ക് അങ്ങോട്ടേക്ക് അലീന എത്തുന്നുണ്ട്. അലീന പറയുവാണ്, നിങ്ങളൊരു 3 ജോഡി ഡ്രസ്സ് എടുത്തോ, മാക്സിമം പോയാൽ 3 ദിവസം, എന്തായാലും അച്ഛൻ വരുന്നതിന് മുമ്പ് നമുക്ക് തിരിച്ചിങ്ങോട്ടേക്ക് തന്നെ എത്തണമെന്ന് പറയുന്നുണ്ട്. നേരെ അച്ഛൻ വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് തിരിച്ചെത്തണമെന്ന് പറയുന്നുണ്ട് വിത. അവിടെ ചെന്നു കഴിഞ്ഞാൽ ഒരിടത്ത് പോകുന്നത് മാത്രമേ എനിക്ക് ഉറപ്പുള്ളൂ, അത് ചിന്നമോളുടെ അടുത്തേക്കാണ്, ബാക്കി കാര്യങ്ങളെല്ലാം രേവതി കുട്ടിയാണ് ഡീല് ചെയ്യുന്നത്, അവള് തെളിക്കുന്ന വഴിയെ നമ്മൾ അങ്ങ് പോകും, അത്രയേ ഉള്ളൂ എന്ന് അലീന പറയുന്നുണ്ട്. ഈ സമയത്ത് ബബിത ചോദിക്കുകയാണ്, രോഹിയേട്ടൻ റെഡിയായില്ലേ എന്ന്. അവന്റെ കാര്യം ഞാൻ ഇപ്പൊ തന്നെ റെഡിയാക്കാന്ന് പറയുന്നത്. അലീന അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ബാലചന്ദ്രനെയും ഗോവർദ്ധനെയുമാണ്. ബാലചന്ദ്രൻ ചോദിക്കുകയാണ്, താൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ സുലോചന ചോദിച്ചില്ലേ എവിടെയാ പോകുന്നതെന്ന്. ആ ചോദിച്ചു, ഞാൻ പറഞ്ഞു ബാലേട്ടന്റെ കൂടെ ഒരു സ്ഥലം വരെ പോകുന്നുവെന്നു, ദിവസം കഴിഞ്ഞേ വരുള്ളൂ എന്നും പറഞ്ഞു. പിന്നെ ബാലേട്ടന്റെ കൂടെ ആയതുകൊണ്ട് അവൾ വലിയ വലിയ ചോദ്യങ്ങളൊന്നും ചോദിച്ചില്ല. ആ സമയത്ത് ബാലചന്ദ്രൻ ചോദിക്കുവാണ്, ബാലചന്ദ്രൻ പറയുവാണ്, നമ്മൾ തുടങ്ങിയ പോയിന്റ് തൊട്ട് തിരിച്ചിങ്ങ് എത്തുന്നത് വരെയുള്ള കാര്യങ്ങൾ വളരെ രഹസ്യമായിരിക്കണം, ഞാൻ ആരോടും പറഞ്ഞേക്കരുത്, ഞാൻ വിശ്വസ്തനായതുകൊണ്ടാണ് എന്നെയും കൂടെ കൂട്ടിയത്, എങ്കിൽ ഞാനൊരു ഡ്രൈവറെ കൂടെ കൂട്ടുള്ളായിരുന്നു. ആ സമയത്ത് ഗോവർദ്ധൻ പറയുവാണ്, ബാലേട്ടൻ എന്നെ അറിയാലോ, എന്റെ വായിൽ നിന്ന് ഒന്നും ആരും അറിയുകയുമില്ല. ഗോവർദ്ധൻ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ഗോവർദ്ധൻ ചോദിക്കുവാണ് ബാലചന്ദ്രനോട്, എനിക്ക് കുറച്ച് സംശയങ്ങളുണ്ട്, ചോദിക്കാവോ എന്ന് ചോദിക്കുന്നു. സമയത്ത് ബാലചന്ദ്രൻ ചോദിക്കുവാണ്, അതൊക്കെ നീ ചോദിച്ചോളൂ. സമയത്ത് ഗോവർദ്ധൻ ചോദിക്കുവാണ്, ശരിക്കും അലീന അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ അവിടുത്തെ പ്രശ്നങ്ങൾ തീരുമോ. ബാലചന്ദ്രൻ ആ സമയത്ത് പറയുവാണ്, ഇല്ല, അവിടുത്തെ പ്രശ്നങ്ങൾ ഇനി തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. എന്നിട്ട് ബാലചന്ദ്രൻ പറയുവാണ്, എൻ്റെ വീട്ടിലൊരു കുടമുണ്ട്, ആ കുടത്തിന്റെ അടപ്പെന്ന് വെച്ചാൽ അലീനയാണ്, കുടത്തിലൊരു ഭൂതമുണ്ട്, കുടത്തിലെ ഭൂതം പോയി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് തനിക്കറിയാം, കുടത്തിന്റെ അടപ്പ് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഭൂതം പുറത്തേക്ക് വരും, ഭൂതം പിടിക്കാൻ പോകുന്നത് വൈജയന്തി ആയിരിക്കും, പക്ഷെ അവൾക്ക് ആ ഭൂതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒട്ടും സാധിക്കത്തില്ല. ഈ അടപ്പെന്ന് പറയുന്ന അലീനയ്ക്ക് പോലും പിന്നെ ആ ഭൂതത്തെ പിടിച്ചു കെട്ടാൻ സാധിക്കുന്നത്, പിന്നെ ആ ഭൂതത്തെ പിടിച്ചു കെട്ടാൻ ആവത്തില്ല. അതിനുശേഷമാണ് ശരിക്കും വൈജയന്തി ഓരോന്ന് അനുഭവിക്കാൻ പോകുന്നതെന്ന് ബാലചന്ദ്രൻ പറയുവാണ്. ഇങ്ങനെ പറയും തോറും ബാലചന്ദ്രന്റെ മുഖത്ത് വാശിയും വൈജയന്തിയെ കഷ്ടപ്പെടുത്തണം എന്നുള്ളതെല്ലാം മനസ്സിൽ വരുന്നുണ്ട്. ഭയങ്കരമായിട്ട് സന്തോഷവും ദേഷ്യവും വൈരാഗ്യവും എല്ലാം ചേർന്നുകൊണ്ടാണ് ബാലചന്ദ്രൻ സംസാരിക്കുന്നത്. ഇതൊക്കെ മുഖത്തിങ്ങനെ മാറി മാറി വരുന്നുണ്ട്. സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ബാലചന്ദ്രനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നത്.